نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിന്റെ മലയാളം പരീക്ഷ എന്തൊക്കെയാണ് വരുന്നത്, ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇന്നലെ നമ്മൾ എടുത്ത മാത്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വന്നിരുന്നോ പരീക്ഷയ്ക്ക്? അതേ ഒരു മോഡൽ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാളമാണ്. മലയാളം ഭയങ്കരമാണ് അല്ലേ, നല്ല രസമാണ് അല്ലേ നല്ല രസമാണ്. എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ രസമാണ്. എന്താ മലയാളത്തിന്റെ പ്രത്യേകത? നമ്മൾ ഈ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ മലയാളമാണ്, നമ്മളെ ഭാഷയാണ് അല്ലേ അതെ. ഓക്കെ, അപ്പൊ മലയാള പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രദ്ധിക്കുക. അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നതിന് 1 മാർക്കാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 1 മാർക്ക് നിങ്ങൾ അക്ഷരത്തെറ്റ് വരുത്താതെ എഴുതുന്നതിനാണ്. അപ്പം ഭയങ്കര സംഭവം തന്നെയല്ലേ അപ്പൊ 1 മാർക്ക് നമുക്ക് കിട്ടണ്ടേ? അക്ഷരത്തെറ്റില്ലാതെ അതിന്റെ വള്ളികളും പുള്ളികളും ചിഹ്നങ്ങളും ഒക്കെ നന്നായിട്ട് ചേർത്ത് അല്ലേ, സ്പേസ് കൊടുക്കേണ്ടടുത്ത് സ്പേസ് കൊടുത്ത് അങ്ങനെ തന്നെ എഴുതണം. വേണ്ടേ? അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടൂ. അല്ലാതെ ടീച്ചർ ചിലതിലൊക്കെ ഓരോന്നില് ഓരോ മാർക്ക് കുറച്ച് വന്നാല് നമുക്ക് ലാസ്റ്റ് നോക്കുമ്പോ 25 മാർക്ക് നമ്മളെല്ലാം ശരിയായിരിക്കും, പക്ഷെ 20 മാർക്കൊക്കെ കിട്ടും. അക്ഷരത്തെറ്റില്ലാതെ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു സംഭാഷണം എഴുതുകയാണെങ്കിൽ സംഭാഷണത്തിന് ഒരു തുടക്കം ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ഒരു ഒടുക്കവും ഉണ്ടാവും. സംഭാഷണത്തിന് ഉണ്ടാവില്ലേ? ഒരു തുടക്കം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഒടുക്കവും ഉണ്ടാവും. ആ ഒരു രീതിയിൽ കടന്നു വരണം. ഇനിയിപ്പോ ഒരു അനുഭവക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിവരണം, ഒരു ചിത്രം തന്നിട്ട് അതിനെപ്പറ്റി ഒരു വിവരണം എഴുതുകയാണെങ്കിൽ അത് നമ്മൾ അതായത് ഞാനിപ്പോ നിങ്ങൾ എഴുതി എനിക്കൊരു സാധനം തന്നു, അത് എനിക്കതിങ്ങനെ മനസ്സിലിങ്ങനെ കാണണം വായിക്കുമ്പോൾ. അങ്ങനെയുള്ള രീതിയിൽ എഴുതണം. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ആശയപരമായിട്ട് നല്ല വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല ആശയങ്ങൾ കിട്ടുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ നല്ല മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഇത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സംഭവം, ഈ ഒരു തുടക്കം, അതൊരു കഥയാണെങ്കിൽ കഥയുടെ തുടക്കം, കഥയുടെ മധ്യം അല്ലെ, കഥയുടെ അവസാനം, ഒടുക്കം, ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ ആ ഓർഡറിൽ വരണം. വന്നാൽ നമുക്ക് അതിലൊക്കെ ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ അങ്ങോട്ട് നോക്കാം അല്ലെ. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഇനിയിപ്പോ ഇതിന്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ വീഡിയോന്റെ മുകളിൽ അവിടെ ആയിട്ടൊരു 3 ഡോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. യൂട്യൂബിന്റെ സൈഡിലായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ക്വാളിറ്റി ഉണ്ടാവും. അതിൽ ക്വാളിറ്റിയിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി കൊടുക്കുക. ഏറ്റവും ഹൈ ക്വാളിറ്റി 1080p അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് വീഡിയോ കാണുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ നിങ്ങൾ കാണിച്ചു തരൂല്ലേ, എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കാണിച്ചു തരുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയറിൽ അത് കിട്ടും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഹൈ ക്വാളിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഹൈ ക്വാളിറ്റിയിലാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റി ആക്കി വെച്ചിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയറിൽ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ. ശരി, അപ്പൊ നോക്കാം. ഒന്നാമത്തെ ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട് ചോദ്യ പേപ്പറിന്റെ. അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആദ്യം തന്നെ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 മുതൽ, അത് ശ്രദ്ധിക്കണേ, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഏതൊരു പരീക്ഷയാണെങ്കിലും ആദ്യത്തെ 15 മിനിറ്റ്, നമ്മളെ 15 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. പിന്നെ 15 മിനിറ്റ് ശേഷം എഴുതുക. അങ്ങനെയാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കൂ. പ്രവർത്തനം 1 എന്ന് പറഞ്ഞ് ഉത്തരം എഴുതാം. ഇവിടെ ചെറിയൊരു ഒരു കഥ തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കഥ നിങ്ങൾക്ക് തരാം. ഇതേ കഥ തന്നെ തരില്ല, കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന എക്സാം ആണല്ലോ. അതായത് മോഡലാണ്. നമ്മുടെ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു മോഡൽ ഉണ്ടല്ലോ, അതേപോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു മോഡൽ പ്രകാരമാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥ വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. വായിച്ചാൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റൂ. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ കുഞ്ഞി സ്വപ്നം പുറത്തേക്ക് ഊർന്നിറങ്ങി.
പകുതി തുറന്നു കിടക്കുന്ന ജനലിന്റെ പടിയിൽ ചെന്നിരുന്നു. പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. മുത്തേ മുത്തേ എണീക്ക്, കുഞ്ഞി സ്വപ്നം വിളിച്ചു. ആരാ? ഞാനാ, കുഞ്ഞി സ്വപ്നം. ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി. മുത്ത് എഴുന്നേറ്റിരുന്നു. വരുന്നോ എന്റെ കൂടെ? കുഞ്ഞി സ്വപ്നം വിളിച്ചു. നമുക്ക് പുറത്തെ നിലാവിൽ പാറി നടക്കാം. പറക്കാൻ എനിക്ക് ചിറകില്ലല്ലോ. മുത്ത് സങ്കടപ്പെട്ടു. ഇതാ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചാൽ മതി. മുത്ത് വിരൽ തൊട്ടു. അത്ഭുതം! ഭാരം കുറഞ്ഞ് ഒരു തൂവൽ പോലെയാകുന്നത് മുത്തറിഞ്ഞു. അടുത്ത നിമിഷം കുഞ്ഞി സ്വപ്നം മുത്തിന്റെ വിരൽ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് പറന്നു. നിലാവ് അവരെ കോരിയെടുത്ത് മരച്ചില്ലകൾക്കും ഇലകൾക്കുമിടയിലൂടെ പരന്നൊഴുകുന്ന നിലാവിൽ നീന്തി നീങ്ങി. എന്ത് രസല്ലേ വായിക്കുമ്പോ. അങ്ങനെയാണ് നല്ല നല്ല ആഖ്യാനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് എഴുതുകയാണ് അല്ലെ. എന്തൊരു രസമാണ് വായിക്കാൻ അല്ലെ. ഓക്കെ, റെഡി. അവിടെ നോക്കൂ. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിൽ നിന്ന് ഊർന്നിറങ്ങിയതാര്? കണ്ണുനീർ, കുഞ്ഞി സ്വപ്നം, നിലാവ്, ഉറക്കം. അല്ലെ, അതിൽ പറയുന്നുണ്ട് മുത്തിന്റെ അല്ലെ. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ വായിച്ചതല്ലേ, ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി, മുത്തെണീറ്റിരുന്നു അല്ലെ. ആരാ പുറത്തു ചാടിയത്? കുഞ്ഞു സ്വപ്നാണ് അല്ലെ. അല്ലേ? ഓക്കെ, അടുത്ത നോക്കൂ. കുഞ്ഞു സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? കുഞ്ഞി സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? കൂട്ടുകാരുമൊത്ത് കളിക്കാൻ, മുത്ത് പെറുക്കാൻ, പുറത്തെ നിലാവിൽ പാറി നടക്കാൻ, മരത്തിൽ കേറാൻ. അതിലേതാണ് സ്യൂട്ട്? ഉത്തരം എഴുതുക. അടുത്തത് നോക്കൂ. മൂന്നാമത്തത്. മുത്ത് സങ്കടപ്പെടാൻ കാരണമെന്ത്? സങ്കടപ്പെടാൻ കാരണമെന്ത്? ചിറകില്ലാത്തതിനാൽ, ഉറക്കം മതിയാകാത്തതിനാൽ, കുഞ്ഞി സ്വപ്നത്തെ കാണാത്തതിനാൽ, കൂട്ടുകാരുമൊത്ത് കളിക്കാത്തതിനാൽ. എന്തിനായിരുന്നു സങ്കടപ്പെട്ടത്? ചിറകില്ല അല്ലെ. ചിറകില്ല, എങ്ങനെ പറക്കും അല്ലെ. അതുകൊണ്ടാണ് അല്ലെ. അടുത്ത നോക്കൂ. മുത്ത് കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതം എന്ത്? പൂനിലാവ് പോലെയായി, മഞ്ഞ് പോലെയായി, ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി അല്ലെ. ഭാരം കുറഞ്ഞൊരു തൂവൽ പോലെയായി. അതല്ലേ? കല്ല് പോലെയാണോ ആയത്? അല്ല, ഭാരം കുറഞ്ഞൊരു തൂവൽ പോലെ. അടുത്ത നോക്കൂ. മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? നിലാവ് പരന്നത് കൊണ്ട്, കുഞ്ഞി സ്വപ്നത്തിന് ചിറക് മുളച്ചത് കൊണ്ട്, ഉറക്കം തെളിഞ്ഞത് കൊണ്ട്, കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചത് കൊണ്ട്. എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചത് കൊണ്ടാണ് ഭാരം കുറഞ്ഞ് പറക്കാൻ സാധിച്ചത്. അടുത്ത നോക്കൂ. പ്രവർത്തനം 2. സംഭാഷണം എഴുതാം. സംഭാഷണം എഴുതാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അല്ലേ. ഒരു സംഭാഷണം തുടങ്ങുക, അതിന്റെ ഒടുക്കം അതുണ്ടായിരിക്കണം. വേണ്ടേ? അതുണ്ടായിരിക്കണം. ഇവിടെ നോക്കൂ. കണ്ണനെ കാണാതെ അന്വേഷിച്ചു നടക്കുകയാണ് അമ്മ. അമ്മയുടെ വിഷമം കണ്ട മാൻകുട്ടി താൻ കണ്ണനെ കണ്ട കാര്യം ഓർത്തു. ഉടൻ കണ്ണന്റെ അടുത്തേക്ക് ഓടി. അവിടെ വെച്ച് മാൻകുട്ടിയും കണ്ണനും എന്തെല്ലാമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതൂ എന്ന് പറഞ്ഞ് മാൻകുട്ടിയും കണ്ണനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. കണ്ണാ, നീ എന്തിനാണ് ഒളിച്ചു നടക്കുന്നത്? അപ്പൊ കണ്ണനെ അതിന് മറുപടി പറയും അല്ലെ. നിങ്ങളുടേതായ ആശയങ്ങൾ ഉൾപ്പെടുത്തി എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഇവിടെ എഴുതണം. ഇതിനൊരു തുടക്കം അവിടെ ഉണ്ട്. ഇനി അത് ഒരു ഒടുക്കത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എവിടെയും പകുതി വെച്ച് നിർത്തരുത്. ആ സംഭാഷണം അവിടെ തീരണം. നിങ്ങൾ എഴുതി കഴിഞ്ഞ് സംഭാഷണം തീരണം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആശയപരമായിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, അടുത്ത നോക്കൂ. കവിത പൂർത്തിയാക്കാം. ഈ കവിത പൂർത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കവിതയ്ക്ക് നമുക്ക് ആദ്യം ഒരു മോഡൽ തരും. മുകളിൽ 1, 2, 3 വരികൾ നമുക്ക് തരും. ആ 3 വരികളിലുള്ള അതിന്റെ ഈണം, താളം ഒക്കെ നോക്കിയിട്ട് ഏതുപോലെ അതേപോലെയാണ് തുടർന്നുള്ള വരികൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലാതെ ഒരു താളത്തിലും ഈണത്തിലും അങ്ങോട്ട് പോകുന്നു, മറ്റേത് വേറെ പോകുന്നു, അങ്ങനെ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? എങ്ങനെയാണോ ആ ഒരു ഈണവും താളവും ഉള്ളത് അതേപോലെ
അതേപോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അവിടെ നോക്കൂ, കൂടുതൽ വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ, ഉചിതമായ തലക്കെട്ട് നൽകണം. ഈ കവിതക്ക് ഉചിതമായ ഒരു തലക്കെട്ടും കൊടുക്കണം. അവിടെ താഴോട്ട് നിങ്ങൾ ബാക്കിയുള്ള വരികൾ നിങ്ങൾ പൂർത്തിയാക്കണം. വരികൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ ഈണവും താളവും ഒന്നും നഷ്ടപ്പെടാതെ വരികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഞാനൊരു കുഞ്ഞിക്കിളിയായെങ്കിൽ വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറി പാറി നടന്നേനെ. അല്ലേ, ഞാനൊരു കുഞ്ഞിക്കിളിയായെങ്കിൽ വർണ്ണച്ചിറകു മുളച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറി പാറി നടന്നേനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിത അതേ ഒരു ഈണത്തിലും താളത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കവിത താഴോട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, അടുത്ത നോക്കൂ, വിവരണം എഴുതാം എന്നാണ്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ ഒരു വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കിട്ടിയ ചോദ്യ പേപ്പറിൽ ആ മുകളിലുള്ള ചോദ്യം ക്ലിയർ ഇല്ല. അപ്പോൾ ഇതേപോലെ ഒരു ചിത്രം വരും. ആ ചിത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരത്തെറ്റില്ലാതെ ആ ചിത്രത്തിനെ പറ്റി ഒരു വിവരണം എഴുതണം. വായിക്കുന്ന ആളുകൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണണം. അതായത് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു രീതി കേട്ടോ. രീതിയാണ് പറയുന്നത്. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ എഴുതുന്നതല്ല, എത്രയോ നമ്മൾ എഴുതുന്നതാ അല്ലേ. ഓക്കെ, അടുത്ത നോക്കൂ, അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അമ്മയെ തിരിച്ചു കിട്ടിയ തത്തക്കുഞ്ഞ് അന്നു രാത്രി സുഖമായി ഉറങ്ങി. പക്ഷേ തത്തക്കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഉറക്കം വന്നില്ല. അവൻ ഒഴിഞ്ഞു കിടന്ന കൂടിന് മുന്നിലിരുന്ന് തത്തയോടൊത്തുള്ള നാളുകളിലെ ഓർമ്മകൾ എഴുതുവാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക? എഴുതൂ. അപ്പോ തത്തമ്മ അല്ലെ, അതായത് ഒരു കുഞ്ഞായിരിക്കും, തത്തയുടെ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഈ കുട്ടിക്ക് എവിടുന്നോ വീണ് കിട്ടിയതായിരിക്കും അല്ലെ, മരത്തിന്റെ മുകളിൽ നിന്നെങ്ങാനും വീണ് കിട്ടിയതായിരിക്കും. അവൻ അതിനെ എടുത്തൊരു കൂട്ടിലിട്ട് അതിനെ വളർത്തി നന്നായിട്ട് ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. ഒരു ദിവസം ആ ഒരു തത്തക്കുഞ്ഞ് ആ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നു. അങ്ങനെ അത് അമ്മയുടെ അടുത്തെത്തുന്നു. അമ്മയ്ക്കാണെങ്കിലോ ഈ കുട്ടി വന്നതിന്റെ അതിയായ സന്തോഷം അല്ലെ, അമ്മക്ക് ഈ കുട്ടി ഇങ്ങോട്ട് എത്തിയതിന്റെ അതിയായ സന്തോഷമാണ് അമ്മക്ക് അല്ലെ. അല്ലെ, അങ്ങനെയല്ലേ നമുക്കൊരു അമ്മ കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അല്ലെ. അപ്പൊ ആ അമ്മക്ക് ഭയങ്കര വിഷമായി. ആ വിഷമം എന്ന് പറയുന്നത് എങ്ങനെയാ, സന്തോഷം കൊണ്ട് നമ്മൾ കണ്ണുനീര് വരൂലേ, സന്തോഷ കണ്ണീർ, ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് അല്ലെ. ആ ഒരു വിഷമത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കണ്ണുനീരൊക്കെ വരാനുണ്ട്. അതൊരു സംഭവമാണ് അവിടെ നടക്കും അല്ലെ. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി. പക്ഷെ ഈ കുട്ടിക്കാണെങ്കിലോ നന്നായിട്ട് വിഷമാകുകയും ചെയ്തു. കുട്ടിയുടെ തത്തമ്മയാണ്, അവൻ നന്നായിട്ട് തത്തമ്മയെ നോക്കിയിരുന്നു, അതുമായിട്ടൊക്കെ കളിച്ചിരുന്നു. അപ്പൊ അവന്റെ ഒരു അനുഭവക്കുറിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അവൻ എന്താണ് എഴുതിയിട്ടുണ്ടാവുക, അവന് നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഇന്ന് എനിക്ക് ഏറ്റവും വിഷമമായ ഒരു ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനുഭവക്കുറിപ്പ് എങ്ങനെയാ തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും മോഡല്. അടുത്ത നോക്കൂ, കഥ പൂർത്തിയാക്കാം. ഈ കഥ പൂർത്തിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, കഥയുടെ ഒരു മദ്യം വരണം, കഥയ്ക്ക് ഒരു ഒടുക്കവും വേണം. കണ്ടോ ഇവിടെ നോക്കൂ, കർഷകരായ കിട്ടൻ മുയലും കുഞ്ഞനാമയും കൂട്ടുകാരായിരുന്നു. അവർ എന്നും നടക്കാൻ ഇറങ്ങുക പതിവാണ്. ഒരു ദിവസം അവർ നടക്കുന്നതിനിടയിൽ ഒഴിഞ്ഞ ഒരു കൃഷിസ്ഥലം കണ്ടു. അപ്പോൾ അധ്വാനിയായ കിട്ടൻ മുയലിന് ഒരു ആശയം തോന്നി. കഥയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കി ഒരു തലക്കെട്ടും നൽകണം. അപ്പൊ കഥയുടെ തുടക്കം അവിടെയുണ്ട്, കഥയ്ക്ക് ഒരു മധ്യഭാഗം വേണം, അതുപോലെ തന്നെ കഥയ്ക്ക് ഒരു ഒടുക്കവും വേണം. കഥ നിർത്തണം അല്ലെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ബാക്കി എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അങ്ങോട്ട് എഴുതി അതങ്ങോട്ട് അവസാനിപ്പിക്കണം. അല്ലാതെ പകുതി മുറിച്ച് അവിടെ എവിടെയും വെക്കാൻ പാടില്ല, അത് എഴുതി അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളം ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് എഴുതാനുണ്ടാവും. എഴുതി പക്ഷെ നമ്മുടെ ഭാഷയാണല്ലോ അല്ലെ, മാതൃഭാഷയാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതി തന്നെ നമുക്ക് തെളിഞ്ഞു വരണം. വേണ്ടേ, മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടല്ലേ അല്ലെ. നമ്മുടെ ഭാഷ പഠിക്കണം, വേണ്ടേ, മലയാളം നമ്മൾ പഠിക്കണം. മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അത് മലയാളം എന്തായാലും പഠിക്കണം. ഇനി മലയാളം എഴുതാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ? ഇനി ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ പരീക്ഷ ഇപ്പൊ അവിടെ അങ്ങനെ കഴിയട്ടെ. അല്ലാതെ നാളേക്ക് ഇപ്പൊ എഴുത്തൊക്കെ പഠിച്ചെഴുതാൻ കഴിയും. നന്നായി ശ്രമിച്ചിട്ട് അടുത്ത പരീക്ഷയിൽ നമുക്ക് അത് മുഴുവൻ മാർക്ക് നമുക്ക്
നമുക്ക് വാങ്ങിക്കണം. വേണ്ടേ? വാങ്ങിക്കണം. നല്ല കുട്ടികളായിട്ട് മുഴുവൻ മാർക്ക് നമ്മൾ വാങ്ങിക്കണം. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കില്ലേ? റെഡി ആയിരിക്കും. അപ്പൊ ഇതാണ്, ഇങ്ങനെയുള്ള മോഡലിലാണ് പരീക്ഷ വരുന്നത് മലയാളത്തില്. അപ്പോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം ഒക്കെ ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ മാത്സിന്റെ ആൻസർ ഷീറ്റ് താഴെ ഇട്ടിട്ടുണ്ട്. ഇന്ന് വന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് താഴെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.